കുടിച്ച് മടുത്തു പോയിട്ടുണ്ട് ഷുഗറിന്, എന്നാലും ഷുഗർ കുറയുന്നില്ല, ഇപ്പോഴും 300-ൻ്റെയും 400-ൻ്റെയും മേലെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോലും എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റിലുണ്ട് അല്ലേ. എങ്ങനെയായാലും ഫുഡാണെങ്കിൽ നല്ല കൺട്രോളിലാണ്. ഇനി ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ടെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട്, ഞാൻ ഉറക്കം ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ഷുഗർ എപ്പോഴും ഭയങ്കര ഹൈ ആണ് ഡോക്ടർ, ഇനി ഞാൻ എന്ത് മരുന്നാണ് കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊരു 15 ദിവസം കറക്റ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാനും അതേപോലെ തന്നെ നിങ്ങളുടെ മെഡിസിൻസിനെ പതിയെ കുറയ്ക്കാനും നമുക്ക് ഈ ഒരു ഡയറ്റ് മെത്തേഡും ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അല്ലേ. ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗം ഒരാൾക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീട്ടുകാരെയും അവരെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു മഹാമാരി തന്നെയാണ്. സോ ഈ ഷുഗർ അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും പറയാം നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണെന്നാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. കാരണം നമുക്ക് ജനറ്റിക്കായിട്ട് ഒരു ട്രൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേരൻസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതായത് നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇതിലെനിക്ക് ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിനുള്ള ട്രൈറ്റ് ഉണ്ട്, അതിനുള്ള ജീൻ ഉണ്ട്. പക്ഷേ ഈ സാധനം അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്, എപ്പോഴും ഡോർമെൻറ്റ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. ഇത് കൂടുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് തകർന്നടിഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എപ്പോഴെങ്കിലും തള്ളി വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് പൊതുവെ ഈ ഒരു രോഗം തല പൊന്തിക്കാറുള്ളത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അതായത് ഷുഗർ വന്നത് എപ്പോഴാണ്, എത്ര കാലം മുന്നേ ആണ്, അത് എന്ത് സാഹചര്യത്തിലായിരുന്നു, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും പല ആളുകൾ പറയും ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് ഷുഗർ ഉണ്ടായത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് എന്നുള്ളത്. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഫിസിക്കലി അവർക്ക് ഒരു സിംറ്റമോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി ഷുഗർ ചെക്ക് ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ വെറുതെ ഒരു ബ്ലഡ് ടെസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഫ്രീ ആണല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ പോയി ചെയ്തു, അപ്പോൾ കിട്ടിയതാണെന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മൈൻഡിന്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ നിങ്ങൾ ആദ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി വരാൻ പോകുന്നതാണ്. അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞ ഭക്ഷണത്തിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ബേസിക്കലി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക? നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്നു, അന്നജം കുറയ്ക്കുന്നു, അല്ലാത്ത ഭക്ഷണങ്ങൾ കൂട്ടുന്നു, എക്സസൈസ് ചെയ്യുന്നു, സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, രാത്രിയിലെ ഭക്ഷണങ്ങളിലാണ് കൂടുതലായിട്ട് ആളുകൾ ശ്രദ്ധിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ഉച്ചയ്ക്ക് നല്ലോണം ചോറ് തിന്നും, രാത്രി ഞാൻ ചോറ് കുറയ്ക്കും, അല്ലെങ്കിൽ ചപ്പാത്തിയാണ് അതിന് പകരം തിന്നാറ് എന്നുള്ളതാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. അപ്പം ഈ രാത്രിക്കത്തെ ഫുഡിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ബേസിക്കലി ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ രാത്രിയിൽ ഫുഡ് എങ്ങനെയാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ രാവിലത്തെ ഷുഗർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ചില കേസിൽ ഇപ്പം നമ്മൾ വൈകിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ദഹനം കറക്റ്റായിട്ട് നടന്ന് ഇത് ഗ്ലൂക്കോസ് റിലീസായി അത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു ചേഞ്ച്, ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് മാറുന്ന ഒരു ചേഞ്ച് അവിടെ സാധ്യമാവാതിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാവിലത്തെ ഷുഗർ നമുക്ക് കൂടും. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ രാത്രി നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ശരിക്കും നമുക്ക് ഇൻസുലിൻ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു ടൈമിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ച് കുറവാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഹെവി മീലാവുമ്പം അതിനെ ദഹിച്ച് അതിന് ആ ഒരു കൺവേർഷൻ മെത്തേഡ് നടക്കാത്തത് കൊണ്ട് തന്നെ രാവിലത്തെ ഷുഗർ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ പറയുകയാണെങ്കിൽ ചില ആളുകളിൽ ഈ ഇംബാലൻസ് ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പർഗ്ലൈസീമിയ പോലെയുള്ള ഇംബാലൻസസ് നല്ല രീതിയിൽ ഈ രാത്രികത്തെ ഭക്ഷണത്തിൽ ബേസ് ചെയ്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഫുഡാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എരിവുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ആസിഡ് റിഫ്ലെക്സ്, അതായത് നിങ്ങൾക്ക് നെഞ്ഞിരിച്ചിൽ, നെഞ്ഞ് നീറൽ, ചുട്ടുപുകയിൽ ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പം എല്ലാവർക്കും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾ പിന്നെ എപ്പോഴാണ് ഡോക്ടറെ ഭക്ഷണം കഴിക്കേണ്ടത്? നേരത്തെ കഴിച്ചാൽ രാവിലെ ആകുമ്പോൾ തന്നെ എനിക്ക് ഷുഗർ കുറഞ്ഞ് ഞാൻ ഒരു വയ്ക്കാം, വൈകി കഴിച്ചാൽ ഡോക്ടർ പറയുന്നു ഷുഗർ കൂടും. അപ്പം ഞാൻ എപ്പോഴാണ് ശരിക്കും കഴിക്കേണ്ടത് എന്ന ചോദ്യം പലപ്പോഴായിട്ട് വരാറുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 6:30 to 8 ഏറ്റവും ഉചിതമായിട്ട് ഒരു ഷുഗർ രോഗി കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിൽ നേരത്തെ ആവുന്നതിനെക്കാട്ടിലും വൈകി പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ ആയിരിക്കും ശരിക്കും നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. ഈ ടൈമിലാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദഹനം കറക്റ്റ് ആവുന്നു, നിങ്ങൾക്ക് ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ നടക്കുന്നു, സ്വാഭാവികമായിട്ടും നിങ്ങൾ രാവിലെ നിങ്ങളുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയും. എപ്പോഴും 9:30 ശേഷമുള്ള ഭക്ഷണം കഴിക്കൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇനി കഴിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഡിന്നറിന് നമ്മൾ, അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻ ആണ്. നമ്മൾ എന്താണ്, തവിടുള്ള അരി ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും വീറ്റ്, അതായത് നമ്മളുടെ ഗോതമ്പാണെങ്കിലും എല്ലാം ഹോൾ ഗ്രെയിൻ തവിടുള്ളത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പച്ചക്കറികൾ ധാരാളമായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങളുടെ രാത്രി ഭക്ഷണത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. അതേപോലെ പറയാനുള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, അതായത് നമ്മളുടെ വിത്തുകൾ, അതേപോലെ തന്നെ നട്ട്സ്, അതേപോലെ തന്നെ ഒലിവ് ഓയിൽ, മസ്റ്റാർഡ് ഓയിലൊക്കെ ഇതിൽ പെടുന്ന ഘടകങ്ങളാണ്. അതേപോലെ പറയാനുള്ളത് എപ്പോഴും നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ചില ആളുകൾക്ക് തോന്നും എന്താണ് ഇപ്പോൾ ഈ പറയുന്ന സംഭവത്തിൽ എത്രത്തോളം ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചോറിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരളവ് എന്നുള്ളതാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അരി ഭക്ഷണമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം വരുന്നത് 70 to 80 ആണ്. അതായത് രാത്രി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയും, ചോറ് ഞാൻ കഴിക്കാറില്ല, ഞാൻ ചപ്പാത്തി മാത്രമാണ് കഴിക്കാറുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്, ചപ്പാത്തി എന്ന് പറയുന്നത് എളാപ്പം, മൂത്തപ്പം, മക്കൾ പോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഗോതമ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പല രീതികളുണ്ട്. ചിലർ ഹോൾ ഗ്രെയിൻ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അതൊരു 50 to 70% അതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളത്. ചിലർ മൈദ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കും, അത് ഏകദേശം 85% വരാറുണ്ട്. ചിലർ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള തവിടോട് കൂടെയുള്ള ഫൈബറോട് കൂടെയുള്ള ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അത് വളരെ കുറവാണ് അതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു തവിടോട് കൂടെയുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പക്ഷെ ഇതിൽ പറയാനുള്ളത് 3 ചപ്പാത്തി കഴിക്കേണ്ടടുത്ത് നിങ്ങൾ 4 ചപ്പാത്തി കഴിച്ചാൽ 5 ചപ്പാത്തി കഴിച്ചാൽ നിങ്ങൾ ആക്ച്വലി ഒരു ബൗൾ ചോറ് തിന്നുന്നതിന് തുല്യമാണ്. കാരണം അത്രയും ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒറ്റയടിക്ക് അതിൽ കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. അതേപോലെ പറയാനുള്ളത്, ഇപ്പം ചില ആളുകൾക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴെങ്കിലും കഴിക്കാറുള്ളൂ, എപ്പോഴൊന്നും കഴിക്കാറില്ല, പക്ഷേ കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കുന്നു പറയും. നിങ്ങൾ കഴിച്ചോളൂ, പക്ഷെ എപ്പോഴും അതിൻ്റെ എമൗണ്ട് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഇനി അത് എപ്പോൾ കഴിച്ചാലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറ്റവും ഹയസ്റ്റ് ആണ്. 85 മുതൽ 90 വരെയാണ് ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് നമ്മളെ ബോഡിയിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത്. അതേപോലെ ഇതിൽ പറയാനുള്ളത്, ഇതിൽ സ്റ്റാർച്ച് ഗ്ലൂക്കോസ് പെട്ടെന്ന് നമ്മളെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ കൂട്ടാനുള്ള ഒരു ടെൻഡൻസിയും ഭയങ്കരമാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, രാത്രി എപ്പോഴും കപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം രാവിലത്തെ ഷുഗർ നിങ്ങളുടെ FBS കൂട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഞാൻ എല്ലാം കൺട്രോളിലാണ്, എൻ്റെ നോർമൽ ബ്ലഡ് ഷുഗർ കൺട്രോളാണ്, അതായത് റാൻഡം ബ്ലഡ് ഷുഗർ കൺട്രോളാണ്, PPBS ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത് നോർമലാണ്, എല്ലാം കൊണ്ടും ഞാൻ നോർമലാണ്. പക്ഷേ രാവിലത്തെ FBS ചെക്ക് ചെയ്യുമ്പോൾ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് കൂടുതലാണ്. പറയുമ്പോൾ ഞാൻ അരിയോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഷുഗർ കൂട്ടാൻ ചാൻസ് ഉള്ള ഒരു അന്നജവും ഞാൻ കഴിക്കുന്നില്ല, എങ്കിലും എൻ്റെ രാവിലത്തെ ഷുഗർ ഭയങ്കര കൂടുതലാണ് എന്നുള്ളത്.
അപ്പോൾ എന്താണ് കാരണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ചെറിയ തോതിലാണെങ്കിലും ഈ അന്നജം എന്ന് പറയുന്നത് നമ്മൾ അല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിലും ആക്ച്വലി ഉണ്ട്. ഈ രാത്രി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു എന്താ പറയുക, ഈ വരുന്ന ഗ്ലൂക്കോസിനെ തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പം സ്വാഭാവികമായിട്ട് രാവിലെ നിങ്ങളുടെ ഗ്ലൂക്കോസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് ഡോൺ ഫിനോമിന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ രാവിലെ ഉണരുന്ന ടൈമിൽ അല്ലെങ്കിൽ 5 to 6 മണിക്കാണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഹോർമോണുകൾ കൂടുന്നത്. നമ്മളുടെ ഗ്രോത്ത് ഹോർമോണ്, കോർട്ടിസോൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഹോർമോണുകളൊക്കെ കൂടുന്നത്. ഇതും ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ ഷുഗറിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വൈകി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് റിലീസ് ആവാനുള്ള ടൈം വൈകും, നിങ്ങൾ രാവിലത്തെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ എന്താണ് ശരിക്ക് കഴിക്കേണ്ടത്? ഒരു ബെസ്റ്റ് ഭക്ഷണം എന്ന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 15 ദിവസം നമ്മൾ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ 15 ദിവസം നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അവർ തന്നെ പറയുന്നത് ബാലൻസ്ഡ് പ്ലേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചോറ് സാധാരണ കഴിക്കുക? നമ്മുടെ നാട്ടിൻ പുറത്ത് പൊതുവിലെ നമ്മൾ കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത്, ചോറൊരു ഇത്ര ഉണ്ടാവും, ഒരു പ്ലേറ്റിൻ്റെ ഒരു അരഭാഗം ചോറ് അല്ലെങ്കിൽ 1/4 ഭാഗം ചോറ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം 2-3 കഷ്ണം മീൻ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ 1 കഷ്ണം മീൻ. അതേപോലെ തന്നെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി എടുക്കുന്ന എത്രയാണോ ഏകദേശം അതേ എമൗണ്ടിൽ തന്നെയായിരിക്കും നിങ്ങൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടാവുക. ഇനി നമ്മൾ കറി ഒഴിക്കുകയാണെങ്കിലോ, പച്ചക്കറി തന്നെ ആയിരിക്കും, പക്ഷേ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും, കഷ്ണങ്ങൾ വളരെ കുറവായിട്ടാണ് നമ്മൾ അതിൻ്റെ കറി മാത്രമാണ് കൂട്ടുന്നുണ്ടാവുക. പച്ചക്കറി കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയാം, ഞാൻ കഴിക്കാറുണ്ട് ഡോക്ടറെ, ഞാൻ പച്ചക്കറി നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഈ കറി നല്ലോണം എടുത്ത് ഒഴിക്കുന്നുണ്ട്, ആകെ 1-2 കഷ്ണം ഉണ്ടാവും, അതിൽ കൂടുതലും വെള്ളമാണ് ശരിക്കും നമ്മളെ വയറിലേക്ക് ആ ടൈമിൽ എത്തുന്നത്. അപ്പം ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കുറയ്ക്കാനാണ് പോകുന്നത്. ഒരൊറ്റ ലുക്കിൽ ചിത്രം എന്ന് പറയുമ്പം ഇതിൽ 1 ഭാഗം ചോറ്, അതായത് 4-ൽ 1 ഭാഗം ചോറും 4-ൽ 1 ഭാഗം നിങ്ങൾക്ക് ഇറച്ചി, മീൻ, മുട്ട, പൾസസ്, അതായത് നമ്മളുടെ കടല, പയറ്, പരിപ്പ്, മമ്പയർ, അങ്ങനത്തെ ആ ഒരു കാറ്റഗറി പൾസസ് ഇൻക്ലൂഡ് ചെയ്യാം. ലീൻ മീറ്റ്, ഇറച്ചി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ 1/2 ഭാഗം നിങ്ങൾ കഴിക്കുന്ന 1/2 ഭാഗം പച്ചക്കറി ആക്ച്വലി വരണം. പച്ചക്കറി എന്ന് പറയുമ്പം എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും നിങ്ങൾക്ക് നല്ലതാണ്, എക്സെപ്റ്റ് മണ്ണിനടിയിൽ വല്ലാണ്ടുള്ളത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക. എന്നാലും ഈ പറയുന്ന നമ്മളുടെ മധുരക്കിഴങ്ങാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ചോറ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഭാഗം ചോറ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ തവിടോട് കൂടെയുള്ള അരി, ബ്രൗൺ റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മട്ടരിയൊക്കെ നല്ല മട്ടരി, കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്ന മട്ടരി എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ള കളറായി മാറാറുണ്ട്, കഴുകുന്നതോട് കൂടെ ആ ബ്രൗൺ കളർ അങ്ങ് പോകാറുണ്ട്. അപ്പം നല്ല മട്ടരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മില്ലറ്റ്സ് ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിരിക്കും, രാഗി, ജോവർ, അങ്ങനെ ഉള്ള തെനയൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഇത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ചോറായിട്ട്, ചാമയൊക്കെ നിങ്ങൾക്ക് ചിലർ ചോറായിട്ട് വെക്കാറുണ്ട്, ചിലർ കഞ്ഞിയായിട്ട് വെക്കാറുണ്ട്, ചിലർ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്, ചിലർ അതുകൊണ്ട് ചപ്പാത്തി വറുത്താറുണ്ട്. ഇപ്പോൾ രാഗിൻ്റെ കേസിൽ, ഓട്സിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് ചപ്പാത്തി, പുട്ട് പോലെയുള്ള സാധനങ്ങൾ പലതും ഉണ്ടാക്കാവുന്നതാണ്. അതിപ്പം ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് കാര്യങ്ങളായിട്ട് മാറ്റാം, അല്ലെങ്കിൽ രാത്രികത്തേക്കാണെങ്കിൽ കടിയായിട്ട് നിങ്ങൾക്ക്, അതായത് ഇപ്പം ചായക്ക് കടി പോലെ നിങ്ങൾക്ക് ഇതൊരു കടിയായിട്ട് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി, മീൻ, മുട്ട, അതേപോലെ ലീൻ മീറ്റ്, പൾസസിനൊക്കെ പറഞ്ഞു. ഇതിൽ പറയാൻ പ്രത്യേകമുള്ളത്, ഇത് മാക്സിമം പൊരിച്ചത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും വറ്റിച്ചതോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ഗ്രില്ല് ചെയ്തിട്ട്, വല്ലാണ്ട് എണ്ണ യൂസ് ചെയ്യാണ്ട് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ പച്ചക്കറിയിൽ പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക. അതായത് നമ്മൾ ബീൻസ്, ബീട്രൂട്ട്, അതേപോലെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ഇതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ്, ഇത് വളരെ നിർബന്ധമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഇത് കഴിക്കാറേ ഇല്ല നമ്മൾ ഫുഡിൽ, കാരണം ഇത് ഷുഗർ കൂട്ടിയാലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂട്ടിയാലോ എന്ന് കരുതിയിട്ട്.
പക്ഷേ ഇപ്പോഴും ഇതൊരു എമൗണ്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള omega-3 ഫാറ്റി ആസിഡ് പോലുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അതുവഴി നമുക്ക് ഈ പറയുന്ന ഷുഗർ ഉണ്ടാകാനുള്ള ചാൻസസ് കുറയ്ക്കാനുള്ള മെക്കാനിസം പോലും ഇവർക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്തി ഫാറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നട്ട്സ്, നമ്മളുടെ എന്താണ് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, വാൾനട്ട് പോലുള്ള നട്ട്സ് കഴിക്കാവുന്നതാണ്. അതേപോലെ സീഡ്സ് പറയുകയാണെങ്കിൽ ചിയ സീഡ്സ്, ഫ്ലേക്ക് സീഡ്സ്, മത്തൻ്റെ കുരു, അതേപോലെ ബത്തക്കൻ്റെ കുരു, ഇതൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ കളയുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ വറുത്തെടുത്ത് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മൂത്തിയിൽ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാലഡ്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അപാരമാണ്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ മിതമായ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ പറയുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇത് മാത്രമേ വരാവൂ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തം വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കോംപ്രമൈസ്ഡ് ആവുന്നത് നിങ്ങളുടെ ഷുഗറിൻ്റെ അളവാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, 1/4 ഭാഗം നിങ്ങൾ അരി അല്ലെങ്കിൽ മില്ലറ്റ്സ് പോലുള്ള സാധനങ്ങൾ, 1/2 ഭാഗം നിങ്ങളുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് സാധനങ്ങൾ, 1/4 ഭാഗം നിങ്ങളുടെ ഇറച്ചി, മീൻ, മുട്ട സാധനങ്ങൾ. അതേപോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സും കഴിക്കാവുന്നതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 15 ദിവസം, ഒരു 2 ആഴ്ച കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ഫുഡിൽ, അതായത് എല്ലാ സൈക്കിളിലും, അതായത് നിങ്ങൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഇതിനെ നിങ്ങൾക്ക് വ്യത്യസ്തപ്പെടുത്തി തിന്നാവുന്നതാണ്. എപ്പോഴും ആളുകളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഷുഗർ വന്നു കഴിഞ്ഞാൽ ചോറ് കുറയ്ക്കുക, ചോറ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ അതിന് പകരമായിട്ടുള്ളൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ വരുത്തുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരും, 2 ദിവസം അത് കണ്ടിന്യൂ ചെയ്യും, 3-ാമത്തെ ദിവസം നമ്മളത് ഡ്രോപ്പ് ചെയ്യും. കാരണം നമുക്ക് കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒന്നും കൂടെ ഊർജം കിട്ടുകയും അതേപോലെ തന്നെ ഈ പറയുന്ന ഷുഗർ ലെവലിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, എപ്പോഴും 8 മണിക്കുള്ളിൽ 8 മണി മാക്സിമം 8:30-ക്കുള്ളിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പേ ആയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്തുകൂടെ നമ്മളടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ നോക്കിയിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു കൗൺസിലിംഗ് കേസും കൂടി ആയിരുന്നു. കാരണം അവർക്ക് കുറച്ച് ഇമോഷണൽ ട്രോമാസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്ട്രെസ്സിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് നമുക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അപാരം തന്നെയായിരുന്നു. കാരണം 15 ദിവസം കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ പതിയെ നമുക്ക് പിന്നീട് അവരുടെ മെഡിസിൻ ടേപ്പർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ആ ഒരു ഷുഗർ കുറയുമ്പോൾ, കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഇവർക്ക് ഷുഗർ കുറയാൻ തുടങ്ങി. അതായത് ഇപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തലകറക്കം വരുന്നൊരവസ്ഥയിലേക്ക്, ഹൈപ്പോഗ്ലൈസീമിയ വരുന്നൊരവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നീട് അവരെ നമ്മൾ അലോപ്പതി മെഡിക്കേഷനിലേക്ക് വിട്ട് അവരെ ടേപ്പർ ഡൗൺ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് സപ്പോർട്ടാണ്. ഇതിൻ്റെ കൂടെ വേണ്ടത് നമുക്കുള്ള വില്ലാണ്. എനിക്ക് ഇത് ചെയ്യണം, ഞാനിത് ചെയ്യും, ഞാനിത് കുറയ്ക്കും എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണം, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറൂവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.